ഹായ് ഓൾ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബട്ടർ എങ്ങനെ നമ്മളെ വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർ അതൊന്ന് കാണട്ടോ. അപ്പോൾ അതിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നെയ്യ് ഉണ്ടാക്കുന്ന കാര്യം പറയുന്നുണ്ട്. നെയ്യ് ഉണ്ടാക്കുന്ന കുറച്ച് മാറ്റങ്ങൾ വരുത്തിയാൽ മതി ബട്ടർ ഉണ്ടാക്കാനും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു ഗ്ലാസ്സെങ്കിലും പാല് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യും ബട്ടറൊക്കെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ എങ്ങനെ ബട്ടർ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ബട്ടർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ എത്ര ഗ്ലാസ്സാണോ പാല് ദിവസവും കൊണ്ടുവരുന്നത് ആ ഒരു പാല് നമ്മൾ തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിപ്പോൾ നെയ്യ് ഉണ്ടാക്കാനും ബട്ടർ ഉണ്ടാക്കാനും എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് തിളപ്പിക്കുന്ന സമയത്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തിളപ്പിക്കാൻ. തിളച്ച് തൂവി പുറത്തോട്ട് പോകാൻ പാടില്ല, പിന്നെ കയ്യിലിട്ട് ഇളക്കാനും പാടില്ല. ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ അത്രയും പാൽപ്പാട നമുക്ക് കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം തിളപ്പിക്കുക. നല്ലപോലെ തിളച്ചിട്ട് തൂവാനിങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് അത് നമുക്ക് തണുത്തതിന് ശേഷം അത് ആ പാല് ഫ്രിഡ്ജിൽ വെക്കുകയാണ് വേണ്ടത്. പിന്നെ അതിന് ശേഷം ഫ്രിഡ്ജിൽ കുറച്ച് സമയം വെച്ചിട്ട് ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അതിന് ശേഷം നമുക്ക് നല്ലപോലെ തണുത്തതിന് ശേഷം പുറത്തേക്ക് എടുത്തിട്ട് അതിൻ്റെ പാട അരിച്ചൊഴിവാക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇത് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത പാലാണ്. അപ്പോൾ അതിൻ്റെ പാൽപ്പാട മുകളിൽ അങ്ങനെ ആയിട്ട് പിന്നെ കട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കത് ഒന്നിക്ക് അരിച്ച് ഒഴിവാക്കാം, അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് എടുത്ത് ഒഴിവാക്കാം. ഒരു കട്ടിയായി നിൽക്കുന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് തന്നെ എടുക്കാൻ പറ്റും. അതല്ല ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അരിപ്പ് വെച്ചിട്ട് അരിച്ച് ഒഴിവാക്കുക. അപ്പോൾ ഇത് നാടൻ പശുവിൻ്റെ പാലായതുകൊണ്ട് ഇതിൽ പാൽപ്പാടം നല്ലോണം കിട്ടും. മിൽമപ്പാൽ വാങ്ങുമ്പോൾ അത്രയും കിട്ടിക്കൊള്ളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മിൽമപ്പാൽ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഫുൾ ഫാറ്റ് മിൽക്ക് ചോദിച്ച് വാങ്ങുക കേട്ടോ. അപ്പോഴാണ് നമുക്ക് നല്ല ഇതുപോലെ പാൽപ്പാട കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ പാൽപ്പാട ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അളവ് വരെ ഒരു കണ്ടെയ്നർ ഫുള്ളാവുന്ന സമയത്ത് നമുക്ക് ഒന്നെങ്കിൽ ഗീ ഉണ്ടാക്കാം ഇത് വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്ക് ബട്ടർ ആവശ്യമുണ്ടെങ്കിൽ ബട്ടർ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ബട്ടറാണ് ഉണ്ടാക്കുന്നത്. ഇതിനു മുമ്പ് നെയ്യ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാൽപ്പാടയിൽ നിന്ന് തന്നെയാണ് നെയ്യ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിലാണ് സൂക്ഷിക്കേണ്ടത് കേട്ടോ. അപ്പോൾ എന്നാണ് നമ്മൾ ബട്ടറോ ഗീയോ ഉണ്ടാക്കുന്നത് വെച്ചാൽ അതിൻ്റെ കുറച്ച് മുമ്പ് നമുക്കിതൊന്ന് പുറത്തേട്ട് എടുത്ത് വെച്ചാൽ മതി, ഐസൊന്ന് പോകാൻ വേണ്ടിയിട്ട്. ബട്ടർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഐസ് ഫുള്ളായിട്ട് പോകേണ്ട ആവശ്യമില്ല. നെയ്യാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഐസ് ഫുള്ളായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ബട്ടർ ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടി ഞാൻ എടുക്കുന്നില്ല. അതിലൊരു ബോക്സ് ഇത് മാത്രമേ ബട്ടർ ഉണ്ടാക്കുന്നുള്ളൂ. മറ്റേ 3 നെയ്യ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് ഇതിനു മുമ്പ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിലുള്ളത് മാത്രം ഞാൻ ഇപ്പോൾ ബട്ടർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് 1/2 മണിക്കൂറിലേറെ ആയിട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നോക്കുന്ന സമയത്ത് ഐസൊക്കെ പോയിട്ടുണ്ട്, താഴോട്ടിട്ട് ഐസ് പോയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ച ഉടനെ തന്നെ വേണമെങ്കിൽ ബട്ടർ ഉണ്ടാക്കാം, അത്രയും നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളിതിൽ ഐസ് ക്യൂബ് ഇട്ടിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ചെറിയ ഇത് ചുരണ്ടിയിട്ട് മിക്സിയിലിട്ടിട്ട് വെള്ളം പറന്നിട്ട് അടിച്ചു കൊടുക്കണ പണിയേ ഉള്ളൂ. അപ്പോൾ ഇത് ഐസ് പോയിട്ടില്ലെങ്കിൽ വേറൊരു ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഐസ് ശരിക്കും പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് കുറച്ചിട്ട് കൊടുക്കുകയും വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കാര്യമായിട്ട് വേണ്ടത് നല്ല ഒരു മിക്സിയുടെ ജാറാണ്, പിന്നെ വേണ്ടത് ഐസ് ക്യൂബാണ്. അപ്പോൾ മിക്സിയുടെ ജാർ എടുക്കുന്ന സമയത്ത് വലിയ ജാർ തന്നെ എടുക്കുക കേട്ടോ. പിന്നെ ഐസ് ക്യൂബ് കുറച്ച് വേണം, പിന്നെ വെള്ളവും വേണം. ഇത്രയും ആവശ്യമുള്ളൂ ഈ ഒരു ബട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അല്ല അടുപ്പ് കത്തിക്കേണ്ട ഒരാവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ എടുത്ത് വെച്ച ക്രീം കുറേശ്ശെ സ്പൂൺ കൊണ്ട് ഇടാം. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, മിക്സിയുടെ 1/4 ഭാഗം ക്രീം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഹാഫൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് അത് ശരിക്കായിട്ട് ബട്ടർ പെട്ടെന്ന് കിട്ടില്ല. അപ്പം മിക്സിയുടെ ജാറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അതിൻ്റെ 1/4 ഭാഗം മാത്രം ക്രീം ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെള്ളം ഒഴിക്കുക, പിന്നെ ഐസ് ക്യൂബ് ഇടുക കേട്ടോ. 3-4 ഐസ് ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് മിക്സിയിൽ അടിക്കുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് കണ്ടോ, മിക്സിയുടെ 1/4 ഭാഗം മാത്രമേ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിക്കാം.
ഇന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ളത് മിക്സിയുടെ മുക്കാൽ ഭാഗത്തിൽ കുറച്ച് താഴെയായിട്ട് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. കാരണം അത് മുകളിലോട്ട് പൊങ്ങി വരുന്ന സമയത്ത് പുറത്തോട്ട് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ വെച്ചിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അടിച്ചെടുക്കുന്ന സമയത്ത് ആദ്യം 5 സെക്കൻഡ് 1-ലും പിന്നെ 5 സെക്കൻഡ് 2-ലും പിന്നെ 5 സെക്കൻഡ് 3-ലും ഇടുക. അതിന് ശേഷം നമുക്കിത് പൾസ് മോഡിലാണ് അടിക്കേണ്ടത്. പൾസ് മോഡിൽ ഏകദേശം ഒരു 5-6 പ്രാവശ്യം വെച്ചിട്ട് ഇതുപോലെ പൾസ് ചെയ്യുമ്പോൾ ഇതുപോലെ വരും കേട്ടോ. നമ്മൾ ബട്ടർ മുകളിൽ പൊങ്ങിയിട്ട് വരും, നല്ല വൃത്തിയായിട്ട് വരും കേട്ടോ. അടിയിലായിട്ട് പിന്നെ ബട്ടർ മിൽക്ക് അടിയിലും വരും. ഈ വെള്ളം നമുക്ക് മോരായിട്ടും ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ ഉറയൊക്കെ ഒഴിച്ചിട്ട് മോരാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കുകയാണ് നല്ലത്. നമ്മൾ മോരായിട്ട് യൂസ് ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ അത് വെറുതെ പുറത്തോട്ട് കളയണ്ട. ഇനി നമുക്ക് ഈ ബട്ടർ ബാക്കിയുള്ളത് ഇതുപോലെ അടിച്ചെടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു 1/4 ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതുവരേക്കും. അപ്പോഴേക്കും ഇത്രയും ബട്ടർ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇത് 4-5 പ്രാവശ്യം ചെയ്യാനുണ്ടാവും ഇതുപോലെ. അത്ര ചെയ്യാൻ പറ്റുള്ളൂ. കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് അതേ പ്രോസസ്സ് വീണ്ടും ചെയ്യാം. 1/4 ഭാഗം ക്രീം ഇട്ട് കൊടുക്കാം, പിന്നെ മുക്കാലിൽ കുറച്ച് താഴെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം, പിന്നെ അതുപോലെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആദ്യം 1-ൽ ഒരു 5-6 സെക്കൻഡ് അടിക്കാം, പിന്നെ 2-ക്ക് അടിക്കാം, പിന്നെ 3-ലോട്ട് അടിച്ചിട്ട് 3-ലൊരു 10-15 സെക്കൻഡ് വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പൾസ് മോഡിൽ അടിച്ചാൽ മതി. പൾസ് മോഡിൽ കുറച്ച് ഏകദേശം ഒരു 5-8 പ്രാവശ്യം പൾസ് മോഡിൽ അടിക്കേണ്ടി വരും. ആദ്യം ഒന്ന് പൾസിലടിക്കുക, പിന്നെ ഒന്ന് ഓഫാക്കി ഒന്ന് ലെവലായതിന് ശേഷം വീണ്ടും അടിക്കുക. അങ്ങനെ ചെയ്യണം. അങ്ങനെ ആകുമ്പോഴാണ് കറക്റ്റായിട്ട് ബട്ടർ കിട്ടുക. പെട്ടെന്നുണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടെക്നിക്ക് അറിഞ്ഞാൽ എളുപ്പമുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടോ. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതേ പ്രോസസ്സിൽ തന്നെ ചെയ്തെടുത്താൽ മതി. എല്ലാം ഒരുമിച്ച് ചെയ്താൽ മതി. എല്ലാം മിക്സി നമുക്ക് ഒരു പ്രാവശ്യം കഴുകിയാൽ മതിയല്ലോ. ഇത് കഴുകിയെടുക്കൽ കുറച്ചൊരു പാടാണ്. ചുടുവെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകിയെടുക്കേണ്ടി വരും. ഇനി നമ്മൾ എടുത്ത് വെച്ച ബട്ടറിലോട്ട് കുറച്ച് വെള്ളവും അതുപോലെ ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ബട്ടർ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഐസ് ക്യൂബൊക്കെ വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ. കാരണം കുറച്ച് കൂടുതൽ ഐസ് ക്യൂബിൻ്റെ ആവശ്യമുണ്ടാവും. എന്നിട്ട് വേണം ബട്ടർ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി എല്ലാ ബട്ടറും കൂടി ഞാൻ ഇതുപോലെ വലിയൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ചെയ്തെടുത്തു. അപ്പോൾ ഇത്രയും ബട്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പാത്രം മാറ്റിയിട്ടുണ്ട് കേട്ടോ, മറ്റേ പാത്രത്തിൽ കൊള്ളാത്തത് കൊണ്ട്. അപ്പോൾ ഇത്രയും ബട്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 3-4 പ്രാവശ്യം ഇതുപോലെ നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ കഴുകിയെടുക്കുമ്പോഴൊക്കെ നമുക്ക് ഐസ് ക്യൂബ് ഇട്ട വെള്ളത്തിൽ വേണം കഴുകിയെടുക്കാൻ. ഒരു 2-3 പ്രാവശ്യം എന്തായാലും കഴുകിയെടുക്കണം കേട്ടോ. വെള്ളത്തിൽ ഐസ് ക്യൂബ് ഇടുക, ഇതിലോട്ട് ഇട്ട് കൊടുക്കുക, പിന്നെ ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഇങ്ങനെ ഒന്ന് കഴുകിയെടുക്കുന്ന സമയത്ത് നല്ല ഒരു സോഫ്റ്റായിട്ട് വരും ബട്ടർ. ഇതുപോലെ കയ്യിൽ നമുക്ക് പിടിച്ച് എടുക്കാൻ വരും. ഇതിൽ വെള്ളത്തിൻ്റെ അംശം പോലും ശരിക്കും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ഇനി അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കൈ വെച്ചിട്ട് ഇങ്ങനെ എടുത്താൽ തന്നെ മതിയാവും. ഇനി നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇതൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കണ്ടെയ്നർ എടുക്കുമ്പോൾ സ്ക്വയർ ടൈപ്പോ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ഷേപ്പുള്ള കണ്ടെയ്നർ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആ ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗത്തായിട്ട് ബട്ടർ പേപ്പർ വിരിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വിട്ടിട്ടാൻ നല്ല ഈസി ആയിരിക്കും. എന്നിട്ട് നമ്മൾ അത് മൊത്തം ഞാൻ ഇതിലോട്ട് എടുത്തിട്ട് ഒന്ന് പരത്തി ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെരിച്ച് വെച്ചിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. ഇനി നമുക്കിത് ഈ ബട്ടർ പേപ്പർ മുകളിൽ നിൽക്കുന്നതൊക്കെ ഇങ്ങോട്ട് പരത്തി കൊടുത്ത് ഇന്ന് ലെവൽ ചെയ്തതിന് ശേഷം അടച്ചിട്ട് നമുക്കിത് ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 മണിക്കൂർ കൊണ്ട് തന്നെ ഇങ്ങോട്ട് എടുക്കണം. ഞാനിപ്പോൾ ഇത് എടുക്കാൻ വൈകിപ്പോയി. ഞാനൊരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ എടുക്കുന്നത്. അപ്പോൾ 1/2 മണിക്കൂർ കൊണ്ട് തന്നെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ നല്ല ഈസി ആയിരിക്കും. ഓവറായിട്ട് ഐസായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് പിന്നെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ കുറച്ച് ഐസ് പോയതിന് ശേഷം വേണമായിരുന്നു കട്ട് ചെയ്യാൻ. അപ്പോൾ ഈ ഐസോട് കൂടി കട്ട് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിരിക്കും. അപ്പോൾ ഇത് ഞാൻ കണ്ടെയ്നറിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ട് നമ്മൾ ബട്ടർ പേപ്പറൊക്കെ വെച്ചതുകൊണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഈ കണ്ടെയ്നറിൽ തന്നെ ആക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് വേണ്ടത്. കട്ട് ചെയ്തിട്ട് വെച്ചാൽ എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഓരോരോ ക്യൂബ് എടുത്ത് ഇടാൻ നല്ല ഈസി ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ ആ സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കൽ പിന്നെ ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചാൽ നല്ല സുഖമാണ്. അപ്പോൾ ഇതിങ്ങനെ പൊട്ടുന്നത് ഈ പിന്നെ നല്ലപോലെ ഐസായിട്ടാണ് കേട്ടോ. ഐസ് ആവുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പിന്നെ കട്ട് ചെയ്യണമെങ്കിൽ നല്ല ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ബട്ടർ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടെ. നല്ല ടേസ്റ്റുള്ള ബട്ടറാണ്. നിങ്ങൾക്കിത് അൺസാൾട്ടഡ് ബട്ടറാണ്, നമ്മൾ സാൾട്ട് ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് സാൾട്ടഡ് ബട്ടർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ എടുത്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി.
അപ്പോൾ അൺസാൾട്ടഡ് ബട്ടറാണ് നല്ലത്, നമുക്ക് എല്ലാത്തിലും യൂസ് ചെയ്യാം, കേക്കിലൊക്കെ യൂസ് ചെയ്യാൻ നല്ല ബട്ടറാണ്. ഇത് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കിയാലും അതുപോലെ തന്നെ പാസ്ത അതൊക്കെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ബട്ടർ ആയതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിലേറെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തെടുക്കണം. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.